എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജെല്ലിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ചക്കയുടെ ചകിണിയും അതിൻ്റെ അടിഭാഗത്തുള്ളതുമാണ്. അപ്പോൾ നമ്മളിതിൽ കളയുന്നത് ആ ചക്കയുടെ പച്ച കളറുള്ള ആ മടൽ മാത്രമേ നമ്മളിതിൽ കളയുന്നുള്ളൂ. ബാക്കി നമ്മൾ ചുളയെല്ലാം തിന്നതിന് ശേഷം ഈ ഭാഗമെല്ലാം ഇങ്ങനെ അങ്ങോട്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെറുതാക്കൊന്നും വേണം, ഇതേപോലെ തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് നമ്മളിതിലേക്ക് നെകക്കെ വെള്ളം ഒഴിക്കണം. അതിനുശേഷം നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു 5 മിനിറ്റ് തിളച്ചാൽ ഉടനെ നമുക്കിത് വാങ്ങാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വെള്ളം നമ്മൾ അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുക. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഞാനിതൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കരുത്. നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ നമ്മുടെ ജെല്ലി നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ കൂടെ കുഴപ്പമില്ല, ആ വെള്ളം മാത്രം എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ക്ലിയർ ജെല്ലിയായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഞാനിവിടെ വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതൊരു 4 ലിറ്ററാണ് ഉള്ളത്. അപ്പോൾ ഞാനിതൊരു ഉരുളിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇച്ചിരി പരന്ന പാത്രത്തിലോട്ടാണെങ്കിൽ ഇത് പെട്ടെന്ന് വറ്റി കിട്ടും. അപ്പോൾ നമ്മൾ തീക്കകത്ത് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ചാൽ മാത്രം പോരെ, ഇത് നന്നായിട്ട് വറ്റണം. എന്നാലാണ് ഇത് കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് തിളയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഇത് തിളച്ച് ചാടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, തീ കുറച്ച് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ ഇതോടെ തിളച്ച് ചാടിയിട്ടൊന്നുമില്ല, അപ്പോൾ ഞാൻ ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തിളച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ അത് മധുരത്തിനനുസരിച്ച് ചേർക്കാം. അത് ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നത് പോലെ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവരവരുടെ മധുരത്തിനനുസരിച്ച് വേണേലും ചേർത്ത് കൊടുക്കാം. ഒത്തിരി കുറവ് മധുരമാകുമ്പോൾ ഒത്തിരി നേരം വറ്റിച്ചെടുക്കേണ്ടി വരും ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ. അപ്പോൾ മധുരം ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കുറച്ചും കൂടെ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ഒത്തിരി കട്ട പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. ഈ സമയത്ത് നിങ്ങൾക്ക് വേറെ പണിയൊക്കെ ചെയ്യാവുന്നതാണ്. ഒത്തിരി സമയം വേണമെങ്കിലും നമുക്കധികം പണിയൊന്നും എടുക്കാതെ തന്നെ റെഡിയായി കിട്ടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, കുറച്ചും കൂടെ നന്നായിട്ട് വറ്റിയിട്ടുമുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ഒട്ടൽ പരുവത്തിൽ വരുന്ന രീതിയിൽ വരണം. ആ ഒരു സമയം വരെയാണ് നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കേണ്ടത്. അധികം പണിയെടുക്കാതെ തന്നെ കുറച്ച് സമയം എടുത്താലും നമുക്ക് റെഡിയായി കിട്ടുന്ന ഒരു നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് നമ്മുടെ ഈ ജെല്ലി. അപ്പോൾ ഞാനിതൊരു 3/4 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് തൊട്ട് നോക്കുമ്പോഴത്തേനും ഇപ്പോൾ ചെറിയൊരു ഒട്ടൽ പരുവം ആയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാകും. ഒത്തിരി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോകും. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമ്മളൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ കളറ് ചേർത്തില്ലെങ്കിൽ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഇത് അടച്ച് സൂക്ഷിക്കാം. ഒത്തിരി നാളിത് കേടുകൂടാതിരിക്കും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണേ. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജെല്ലി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.